സുഹൃത്തുക്കളെ, ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ഈ കാസർഗോഡ് ഒരു ഗഫൂർ ഹാജിയുടെ കൊലപാതകം. ഇപ്പോൾ MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം സംശയം ഉയർന്നത് വീട്ടിൽ സൂക്ഷിച്ച സ്വർണം കാണാതായതോടെ 596 പവൻ സ്വർണം, ഏകദേശം 4 കിലോയിലേറെ തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഈ ജിന്നുമ്മ എന്ന് പറയുന്ന ആള് ഇരട്ടിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് അത്ര വാങ്ങിയത്. ഞാനങ്ങനെ പൊതുവെ വാട്സപ്പൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഈ വാർത്ത എൻ്റെ പങ്കാളി ഇങ്ങനെ പറയുമായിരുന്നു. പ്രത്യേകിച്ചിട്ട് സ്വർണത്തിൻ്റെ കാര്യമൊക്കെ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു 600 പവനോളം സ്വർണം ഇരട്ടാക്കി കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് അത്ര വലിയ പൊട്ടത്തരമൊന്നുമല്ല. അരമണിക്കൂർ കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും താണ്ടി അതിൻ്റെ അപ്പുറത്ത് ഒരാളിരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ കണ്ട് തിരിച്ചു വന്നതെന്ന് വിശ്വസിക്കുന്നില്ലേ? അതിലും വലിയ മണ്ടത്തരമൊന്നും അല്ലല്ലോ 600 പവൻ ഇരട്ടിയാക്കിയിട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് എന്ന് ഞാൻ അവളോട് ചോദിച്ചു. മാത്രമല്ല, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് വലിയ പൊട്ടത്തരമാണ്. കാരണം ഈ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ തീവ്രവാദികളൊക്കെ ഉണ്ടാകുന്നത്, ഇപ്പോൾ ഏത് മതമായാലും, ഇപ്പോൾ എല്ലാ മതങ്ങളിലും മതഗ്രന്ഥങ്ങളിലൊക്കെ തീവ്രവാദമുണ്ട്. അപ്പോൾ നമ്മളാദ്യം അങ്ങനെ തീവ്രവാദി ആകണമെങ്കിൽ, വർഗീയവാദിയൊക്കെ ആകണമെങ്കിൽ നമ്മളെന്താ ആദ്യം വിശ്വസിക്കണം? ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. അപ്പോൾ പറയും ദൈവം ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കും. അപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പലരും സ്വർഗമുണ്ട്, അവിടെ ഇങ്ങനെ ഒഴുകുന്ന പുഴകളുണ്ട്, മദ്യപ്പുഴകളുണ്ട്, വേറെ എന്താണ്ടൊക്കെ ഉണ്ട്, മുഴുത്ത അങ്കലാവണ്യമുള്ള സ്ത്രീകൾ അവിടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ദൈവം എന്നുള്ള അന്ധവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഊറി എന്നുള്ള അന്ധവിശ്വാസത്തെക്കാളും വലുതല്ല 600 പവൻ ഇരട്ടിയായിട്ട് 1200 പവൻ കിട്ടുമെന്ന് പറയുന്ന വിശ്വാസം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവൾക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവരുടെ ഫോട്ടോ ഇപ്പോൾ ഇതിൽ കണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. ആരാണ് ഈ ഇത്രയും ഭീകരമായ ഒരു കുറ്റകൃത്യം ചെയ്തതെന്ന് നാട്ടുകാർക്ക് അറിയുന്നില്ല. പിന്നീട് അവരുടെ മുഖമൊക്കെ അഴിച്ചിട്ട് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അത് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആള്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് മുന്നേ ദിവസമുള്ള വാർത്തയാണ്. ഗഫൂർ ഹാജിയോട് ഇവർ പറഞ്ഞു സ്വർണ്ണം ഇരട്ടിയാക്കി തരാമെന്ന്. അങ്ങനെ ഗഫൂർ ഹാജി പലരിൽ നിന്നും സ്വർണ്ണം വാങ്ങിയിട്ട് ഇവർക്ക് കൊടുത്തു. അങ്ങനെ ഇരട്ടിയാക്കിയിട്ട് കിട്ടുന്നില്ല, കൊടുത്തതും കിട്ടുന്നില്ല. അങ്ങനെ ഗഫൂർ ഹാജി ചോദിച്ചു. അങ്ങനെ വാക്കേറ്റമുണ്ടായി, തള്ളി ഒന്നുള്ളത്. അതിൽ ഗഫൂർ ഹാജി കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നീടാണ് ഈ കൊല്ലപ്പെട്ട സ്വർണമൊക്കെ കാണാതായപ്പോഴാണ് ഈ കൊലപാതകത്തിൻ്റെ ചുരുളൊക്കെ അഴിയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ വിഷയമല്ല, അത് പോലീസിൻ്റെ വിഷയമാണ്. നമ്മുടെ വിഷയം ഇങ്ങനെ 600 പവൻ ഇരട്ടിയാക്കി കിട്ടും എന്നുള്ള വിശ്വാസം, അതൊരു അന്ധവിശ്വാസം, അതൊരു അന്ധതയാണ്. അന്ധത കാണാത്തത് അംഗീകരിക്കുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അന്ധവിശ്വാസം എന്ന് പറയേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കേരളം മുന്നേ ഒരു നരഹത്യ, ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ആൾക്കാരെ കൊന്ന് രക്തം വീടിന് ചുറ്റും തളിച്ചതും മനുഷ്യരച്ച് കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ്റൊക്കെ ഭയങ്കര എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ഏത് അന്ധവിശ്വാസമാണ്? കാരണം ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. അതായത് നമ്മൾ ലക്ഷണങ്ങൾ പറയും, ഇന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഇത് അന്ധവിശ്വാസമാണ്. കോടതികളിലൊക്കെ അങ്ങനെയാണ് പോവുക. അപ്പോൾ അതൊരു വിഷയമായിട്ട് മാറും. കാരണം അങ്ങനെയുള്ള നിബന്ധനകളൊക്കെ, അങ്ങനെയുള്ള ചട്ടങ്ങളില്ല അല്ലെങ്കിൽ നിബന്ധനകളിൽ അകത്ത് വരുന്നതാണ് എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങൾ, എല്ലാ വിശ്വാസങ്ങളും. അപ്പോൾ ഈ മതങ്ങളൊക്കെ നിരോധിക്കേണ്ടി വരും, പള്ളികളൊക്കെ പൊളിക്കേണ്ടി വരും, അമ്പലങ്ങൾ പൊളിക്കേണ്ടി വരും, ചർച്ചകൾ പൊളിക്കേണ്ടി വരും, അച്ഛന്മാരെയൊക്കെ ജയിലിലടക്കേണ്ടി വരും, ഉസ്താദന്മാരെയും മറ്റ് പുരോഹിതന്മാരെയൊക്കെ ജയിലിലടക്കേണ്ടി വരും. അപ്പോൾ അത് വലിയൊരു സംഗതിയായിട്ട്, വലിയൊരു കലാപമായിട്ടൊക്കെ മാറാൻ സാധ്യതയാണ്. അങ്ങനെ ഒരു നിയമം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരിക എന്നുള്ളത് സാധ്യമല്ലാത്ത, അസാധ്യമായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അത് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ആവർത്തിക്കപ്പെടും, ഇങ്ങനെയുള്ള സംഗതികൾ ഇനിയും ആവർത്തിക്കപ്പെടും. അപ്പോൾ ഇതിനൊരു പരിഹാരം ഇല്ല. ഇതിനൊരു പരിഹാരം എന്നുള്ളത് അവരവർ നമ്മൾക്ക് ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കാതിരിക്കുക, വിശ്വസിക്കാതിരിക്കുക, പരസ്പരം സഹകരിക്കുക, ബിസിനസ് ചെയ്യുക. അപ്പോൾ ശരി.